വെറും വാക്കുകൊണ്ടു സകലത്തെയും നറും ശോഭയേകി മേനഞ്ഞവൻ താൻ ചൂടുചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു. തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു. ചൂടുചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു. തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു. ആഹാ ഇൻപം 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 ഇനി എന്നും ഇൻപമേ എൻ ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇൻപം 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 ഇനി എന്നും ഇൻപമേ തൻ ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. കൊടും കാറ്റടിച്ചു അല ഉയരും വൻ സാഗരത്തിൻ അലകളിന്മേൽ വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തൻ്റെ വചനങ്ങളാൽ. വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തൻ്റെ വചനങ്ങളാൽ. ആഹാ ഇൻപം 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 ഇനി എന്നും ഇൻപമേ എൻ ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇൻപം 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 ഇനി എന്നും ഇൻപമേ എൻ ജീവിതത്തിൽ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഈ പ്രഭാതത്തിൽ അപ്പാ പിതാവേ ഇത് നോക്കി വിളിക്കുകയാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്ന ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരുന്നു. അപ്പാ, ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കുന്നപ്പാ, സ്തോത്രം. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ പഠനം, ഹാലലി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാടുകൾ, ഞങ്ങളുടെ അയല് കുടുംബങ്ങൾ, ഞങ്ങളുടെ സഹോദരവർഗ്ഗങ്ങളെ, പ്രിയപ്പെട്ട ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ പ്രിയമക്കളെയും ഈ പ്രഭാതത്തിൽ ചേർത്ത് വയ്ക്കുന്ന കർത്താവേ, ആയിരിക്കുന്നിടങ്ങളിൽ എല്ലാവരെയും സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. സമാധാനത്തോടെ, സന്തോഷത്തോടെ, സൗഖ്യത്തോടെ, കൃപയോടെ പരിപാലിച്ചാട്ട് ഇന്നുവരെ സൂക്ഷിച്ച ദൈവമേ, പിന്നെയും ഞങ്ങളെ സൂക്ഷിപ്പാൻ സർവശക്തനാ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കട്ടെ നാഥ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ, ഞങ്ങളായിരിക്കുന്ന ഭവനത്തെ അനുഗ്രഹിച്ചാട്ട് ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടണം. ഞങ്ങളുടെ ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, രോഗങ്ങളൊക്കെ മാറ്റണം. സൗഖ്യവും സമാധാനവും തരണം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപ, ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നുവരെ ഞങ്ങളെ നടത്തിയ ദൈവത്തിന് സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, കർത്താവ്, ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം അപ്പത്തിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഭാരങ്ങളെ, രോഗങ്ങളെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം ഏൽപ്പിക്കട്ടെ. ജോലിയില്ലാത്ത മക്കളെ സമർപ്പിക്കട്ടെ. ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ. തക്ക തുണിയൊരുക്കിയവരുടെ വിവാഹം നടക്കാൻ സഹായിക്കണേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്ന തലമുറ നൽകി അനുഗ്രഹിക്കണേ അപ്പാ. ഞങ്ങളുടെ കൊച്ചു തലമുറകളെല്ലാം അനുഗ്രഹിക്കണമേ, വളർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രപ്പാ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണേ കർത്താവേ. അപ്പാ, ഭവനമില്ലാത്തവരെ സമർപ്പിക്കുന്നവർക്ക് ഭവനം തലചായ്പാൻ കൊടുക്കണമേ കർത്താവേ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുടെ പണികളെ പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നപ്പാ. സകല വഴിവാതിലും അവർക്ക് മുൻപിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് OIT, IELTS പഠിക്കുന്ന മക്കൾ, ജർമ്മൻ പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ, സ്തോത്രം. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, പമ്പറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ എല്ലാവരെയും തിരുമുൻപാകെ കൊണ്ടുതരുന്ന കർത്താവേ. BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഡിഗ്രിക്ക് പഠിക്കുന്ന മറ്റു കുഞ്ഞുങ്ങളുണ്ടപ്പാ.
അല്ലെങ്കിൽ വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ, ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ എല്ലാവരെയും സമർപ്പിക്കുന്നപ്പാ. സഹായിക്കണം, അനുഗ്രഹിക്കണം, ജയത്തോടെ അവരെ നടത്തണം, അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കണം, നല്ല ഭാവിയിൽ നടത്തുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ദൈവഭക്തിയിൽ പഠിക്കുവാൻ, പ്രാർത്ഥനയോടെ നടപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ശത്രുവരെ കാണരുത്, ദുഷ്ടപിശാച് തുടരുതേ. അനുഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയം വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നപ്പാ. അതിവേദനയിൽ നല്ലവരെയും വിടുവിച്ചാട്ടപ്പാ. സമാധാനത്തോടെ നടത്തണേന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സ്വർഗമൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാൻ സമ്മതിക്കല്ലേ. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുവാൻ അനുവദിക്കല്ലേ. ജീവനും ഭക്തിക്കും വേണമെന്നത് കരുതിയൊരിക്കും തിരുന്തോറും നടത്തി പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ടപ്പാ, കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. വേണ്ടുന്നതല്ല ഓരോ മക്കൾക്കും കൊടുത്ത് കർത്താവ് പോഷിപ്പിക്കണമേ. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കൾ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ. അവരുടെ അവസ്ഥ അറിഞ്ഞ്, അവരുടെ ആവശ്യം അറിഞ്ഞ്, സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുത്ത് നല്ല രീതിയിൽ ആ ബിസിനസ് ചെയ്ത് അനുഗ്രഹം പ്രാപിപ്പാൻ ഓരോ മക്കളെ സഹായിക്കണമേ. പോക്കിലെ വരവിലെ വാഹനത്തിൽ വഴിയിലൊക്കെ കൂടെ ഇരുന്ന് കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്താനത്ത് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന്, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ച് സൂക്ഷിക്കുമാറാകണം. ഇന്ന് വരെ നടത്തിയ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുക. സകല മഹത്വം തരിക കർത്താവേ. ഹാലലുയ കർത്താവേ, സമയം ഹാലലുയ ഹാലലുയ. ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്നവരെ സമർപ്പിക്കട്ടപ്പാ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ മുഴയാൽ ഭാരമുള്ളവർ, ദൈവമേ, ആസ്മാ രോഗികൾ, തൈറോയിഡുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, അലർജിയുള്ളവർ, ഹാലലുയ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കർത്താവേ ഹാലലുയ കർത്താവേ. കൈകാൾക്ക് ചലനമില്ലാതെ വീൽ ചെയറിലും കിടക്കയിലുമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവർ, ശരീരമാസകലം നീർക്കെട്ടും വേദനയുമുള്ളവർ, കർത്താവേ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, പല്ലിൻ്റെ ഇൻഫെക്ഷനാൽ, ചെവിയുടെ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, കർത്താവേ ഹാലലുയ കർത്താവേ. തുമ്മലാൽ, ശ്വാസം തടസ്സത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ജോലി പോലും ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നാഥ, സഹായിക്കണമേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. അപ്പാ, ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹാലലുയ കർത്താവേ. പ്രത്യേകിച്ച് ഹാലലുയ കർത്താവേ, മാനസികമായി ഭ്രാന്തിൽ കൂടി കടന്നു പോകുന്നവരെ, സമാധാനമില്ലാത്ത ജീവിതങ്ങൾ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ, സഹായിക്കണമേ, ശക്തീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരുണയുടെ കരം ഓരോ മക്കളുടെ മേലും ചേർത്ത് പിടിക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന മക്കളുണ്ട്, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവരുണ്ട്, ബയോപ്സി റിപ്പോർട്ട് കാത്തിരിക്കുന്നവരുണ്ട്, ചെക്കപ്പിനായി കടന്നു പോകുന്നവരുണ്ടപ്പാ. എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നുള്ളതുപോലെ അറിഞ്ഞ് സമാധാനത്തോടെ, സന്തോഷത്തോടെ, സൗഖ്യത്തോടെ, ഏറിയ ദൈവകൃപയോടെ പിന്നെയും ജീപ്പാൻ സ്വർഗം ഭാഗ്യമൊരുക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. കർത്താവേ, പുതുവയസ്സിലേക്ക് പ്രവേശിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷകാലം പ്രവേശിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. പുതുവർഷകാലം അനുഗ്രഹിക്കണമേ, സഹായിക്കണേ, നന്മ കൊണ്ട് നിറയ്ക്കണമേ, സൗഖ്യ സമാധാനം കൊടുക്കണേ, സന്തോഷത്തിലും ഏറിയ ദൈവകൃപയിലും വഴി നടത്തണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു. ഓരോ മക്കളുടെയും എല്ലാ യാത്രകളിലും കൂടെ ഇരിക്കണേ. വാഹനയാത്ര, വഴിയാത്രയിൽ കൂടെ ഇരുന്നാട്ട്, ആകാശം കയറി യാത്ര ചെയ്യുമ്പോൾ കൂടെ ഇരിക്കണം. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കൂടെ ഇരിക്കണം. വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കർത്താവ് കൂടെ ഇരിക്കണം. എല്ലാ മക്കളെയും കൺമണി പോലെ സൂക്ഷിക്കണം. സ്വർഗീയ സമാധാനത്തിൽ നടത്തണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിച്ച് കാത്തോണേ. ഭരണകൂടങ്ങളെ ഓർക്കുന്ന ഭരണകർത്താക്കളെ സമർപ്പിക്കുന്ന ദൈവകൃപയോടെ ഓരോ കാര്യം ചെയ്തിർപ്പാൻ ഓരോ മക്കളെയും ശക്തീകരിച്ച് സഹായിക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുകയാണ്. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമം, അത് വളരണം, അത് ഉയരണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.